എന്തായാലും ഇപ്രാവശ്യം നോക്കി നോക്കത്തുള്ളൂ. ഞാൻ കാര്യമായിട്ട് പറയാം, ഈ മാസം 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് കഥ കിട്ടണം. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ പെട്ടി പ്രമാണം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവാം. ഞാൻ നോർത്ത് പാലത്തിന്റെ അടിയിൽ തന്നെ പോയിരുന്നു. അയ്യോ, രാവിലെ തന്നെ ഭയങ്കര ചൂട്. സെൻട്രലൈസ്ഡ് AC ആക്കേണ്ടി വരുന്ന തോന്നുന്നു അല്ലേ? അതാ. പിന്നെ അല്ല, മൊത്തത്തിൽ ഇപ്പൊ ചൂട് കൂടുതലായിരുന്നേ. നിന്നോടിപ്പോ അഭിപ്രായം ചോദിച്ചോ? ഇല്ലല്ലോ. ഇനി വെറുതെ കയറി അങ്ങോട്ട് പറയാൻ വരണ്ട കേട്ടോ. അല്ല, അവൻ എപ്പോ നോക്കിയാലും എന്നെ ഒരു ആക്കല് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ വീട്ടിലാരുമില്ലാത്ത ഒരു വല്യച്ഛന്റെ ഭാഗത്തല്ലേ പുള്ളി. കറണ്ട് ബില്ല് ഇച്ചിരി കുറഞ്ഞോട്ടെന്ന് ഓർത്ത് പറഞ്ഞ. അയ്യോ ശരി അമ്മാവാ, വല്യച്ഛ. അതെ, ഞാനിപ്പോ വന്നത് ഒരു കാര്യം പറയാനാ. നാളെ വിഷു ആണ്. അപ്പം ഇന്നും നാളെയും ഇവിടെ ആരും നോൺ വെജ് കഴിക്കാൻ പാടില്ല. അതായത് എനിക്കൊരു കണ്ടകശനി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കണ്ടകശനി ഓൺ ഗോയിങ് ആണെന്ന്. അത് കാരണം എനിക്കൊരു വ്രതം എടുക്കണം. മോളെ, അതെന്താണെന്നറിയോ, ഈ കണ്ടശനി ഉള്ളവരുടെ പ്രത്യേക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടശനി ഉള്ളവർ മാത്രം വ്രതം എടുക്കാവുന്ന. പിന്നെ വേറെ കാര്യമുണ്ട്. ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. കണ്ടശനി എന്ന് പറഞ്ഞാൽ കൊണ്ടേ പോകത്തുള്ളൂ. അത് കൊണ്ടുപോയിക്കോട്ടെ, അത് ഞാൻ തീരുമാനിച്ചോളാം. ബാക്കിയുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും സുബും 2 അല്ല 1 ആണ്. അതങ്ങനെയാണല്ലോ. അപ്പൊ എനിക്ക് എന്ത് വന്നാലും അത് എന്റെ സുബൂട്ടിനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഞാൻ കല്യാണം കഴിക്കാത്ത. നന്നായി. വെറുതെ എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ ഇല്ലാത്ത ശനി വലിച്ച് അവളിലേക്ക് കൊടുക്കുന്നത്? ഞാൻ എന്റെ സേഫ്റ്റിയാ നോക്കിയത്. ഈ കണ്ടശനി ഉണ്ടല്ലോ, അടുത്ത കണ്ടക വ്യാഴാഴ്ചത്തേക്കൊന്ന് മാറ്റോ. ഇത് എന്തിനാ ഇപ്പൊ ഇത്ര വലിയ റിസ്ക് എടുക്കുന്നേ? ഇന്നും നാളെ ഒന്ന് നോൺ വെജ് വർജിച്ചാൽ മാത്രം മതി. നിങ്ങൾ വർജിച്ചോ? അതെ, നമ്മള് മാത്രല്ല, ഇവിടുത്തെ എല്ലാരും, ഇവിടുത്തെ പൂച്ചക്കുട്ടി വരെ നാളെ നോൺ വെജ് കഴിക്കാൻ പാടില്ല ഇന്നും നാളെ. അല്ല, പൂച്ചയ്ക്ക് പുല്ലി എത്തി കൊടുക്കൂ. നിങ്ങൾ ഇങ്ങനെ വെറുതെ കാട് കയറി സംസാരിക്കല്ലേ. എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കൊന്ന് സിനിമയിൽ എത്തണ്ടേ? മോളെ, അതാരോ പറ്റിക്കാൻ പറഞ്ഞ. ആരും പറ്റിക്കാനല്ല. സുബുവിന്റെ സിനിമ എന്തെങ്കിലും വല്ലോ നടക്കുന്നുണ്ടോ? എഴുതുന്നുണ്ട് അല്ലേ? അത് മാത്രം ഒരു പ്രോബ്ലം ഉള്ളു. എന്നാലും പോട്ടെ, നളിന് എഴുതിയാലും നടക്കേണ്ടതാണെങ്കിൽ നടക്കുവേ. അത് പ്രൊഡ്യൂസർ എന്തുകൊണ്ടാ നടക്കാത്ത പ്രൊഡ്യൂസർ വരാത്ത? ഈ ശനിയുടെ അപഹാരം കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിലൊരു തീരുമാനമായേ പറ്റുള്ളൂ. ഞാൻ വ്രതം എടുക്കാൻ റെഡിയാണ്. ഞാൻ വ്രതം എടുത്തോ? ഞാനുണ്ട് കട്ടയ്ക്ക് സപ്പോർട്ടിന്. എനിക്ക് അത് മോള് മാത്രം വ്രതം എടുക്കാവൂ, എന്നെ നിർബന്ധിക്കരുത്. ഇല്ല, ഞാൻ നിർബന്ധിക്കും. ഇവിടെ ആരും കഴിക്കാൻ പാടില്ല. സുബുനെ മാത്രല്ല, ഈ നളിനാക്ഷനെ വരെ ഞാൻ നിർബന്ധിക്കും. നീയുണ്ട്. നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇവരെയും കൂടെ പറഞ്ഞ് സെറ്റാക്കേണ്ട ചുമതല നിനക്കാണ്. ഓക്കെ, സെറ്റാണേ? ഇത് കൂനുമേ കുരുവിനെ കൊണ്ടേ പൈൽസ് വന്നെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എടിയേ, മോട്ടർ നിറച്ചാ നീ അതങ്ങ് ഓഫാക്കിയേ. ആ ബീഫ് വെന്തോ? ഇത്ര കുരുമുളകൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കുക കേട്ടാ. മുത്തു. നൻപാ, എന്തെടുക്കും അവിടെ? ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാടാ? വൈകിട്ട് എന്നാ ഭക്ഷണം കഴിക്കാന്നു. എന്തുകൂടെ കഴിക്കാൻ? നമുക്ക് ഇത് പയറ് മെഴുക്കുവരട്ടിയും ചേനത്തോരനും ഉരുളക്കിഴങ്ങ് വറുത്തത്. ചേനത്തോരൻ? ചേനയില്ലേ, മറ്റേ ഈ കർണക്കിഴങ്ങ്, മറ്റേ ഈ ഇതിനകത്തൊക്കെ ഇട്ട് വരുന്ന. നീ എന്നിട്ട് ബീഫിനകത്ത് കുരുമുളക് കൂട്ടിയിട്ട് ഒടിക്കാനൊക്കെയാണല്ലോ പറഞ്ഞത്. വിഷു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചാന്ദനയോട്. ഒന്നും എനിക്കറിയണ്ട. എനിക്കൊരു കാര്യം പറയണ്ട അർജന്റായിട്ട്. പറഞ്ഞു. അവിടെ വീട്ടിൽ അവളാണെങ്കിൽ നല്ല വ്രതം ഒക്കെ മറ്റേ വിഷുവിൻ്റെ ഇതായിട്ട്. എനിക്കറിയില്ല, എനിക്ക് നോൺ വെജ് ഇല്ലാതെ കഴിക്കാൻ. എനിക്ക് എന്തെങ്കിലും കഴിച്ചു വെക്കത്തുള്ളൂ. എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ വെക്കത്തുള്ളൂ. എടാ, പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാ. എടാ മുത്തു, നീ എനിക്ക് വേണ്ടി അല്പം എന്തെങ്കിലും മേടിച്ചോണ്ട് പോടാ. നീ എന്താ എന്റെ നൻപരാന്നല്ലേ നീ പറയുന്നത്? എടാ, വർഷത്തിലൊരിക്കൽ വരുന്ന വിഷു അല്ലേ, ഇവിടെ ഈ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ ചന്ദ്രൻ സമ്മതിക്കത്തില്ല. ചന്ദന, പ്രശ്നമാ. ഇവിടെ പയറ് മാത്രമേ ഉള്ളൂ. എടാ കള്ള മുത്തു, നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറയില്ലയോ? 98 കുടവന്മാരെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഒറ്റ മനുഷ്യയില്ലായിരുന്നല്ലോ ഇവിടെ. നീ ചുമ്മാ കുറെ കാലമുണ്ട് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്ക് പോയി വിഷു അല്ലേ, ഒരു കുപ്പി കള്ളു മേടിക്കാൻ പറ്റുമോ? എനിക്ക് പോയി കള്ളു മേടിച്ച് വിഷു നമുക്ക് ആഘോഷിക്കാം. പോയി മേടിച്ചോണ്ട് പോടാ, നമുക്ക് ഒപ്പിക്കാം. എനിക്ക് എന്തായാലും നോൺ വെജ് വേണോ? എനിക്കൊക്കത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ ഒത്തിരി ഒന്നും കിട്ടത്തില്ല, 4-5 കഷ്ണമൊക്കെ കിട്ടത്തുള്ളൂ. എന്നാ ഞാൻ ചന്ദ്രൻ്റെ അടുത്തൊന്ന് പേഴ്സണലായിട്ട് പോകും. കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കുന്നുണ്ട് ചെറുപ്പത്തില്. നീ പോയി കുപ്പി എടുത്തോണ്ടോ, നമുക്ക് സെറ്റ് ആക്കാം. ആന്നോ? പോയിട്ടോ മുത്തു, ഇതിനകത്ത് എന്തെങ്കിലും തരികട കാണിച്ച് അറിയാലോ. എടാ, നീ പോയിട്ട് പാടാ. 4 കഷ്ണം ഇറച്ചിക്ക് എന്ത് ഇത്രയ്ക്കും പാർക്കുകയും ചെയ്യാം. നീ കള്ളു സെറ്റ് ചെയ്യടാ. 4 കഷ്ണം നിനക്ക്, 8 കഷ്ണം എനിക്ക്. ശരി, കഷ്ണമൊക്കെ നമുക്ക് എണ്ണിയെ നോക്കും. ചെല്ല് പോയിട്ടോ മൂടാവണം എനിക്കിന്ന്. 1:30 ആകുമ്പോഴത്തേക്കാൻ പറ്റും. കുടിച്ച് നമുക്ക് ആള് വെക്കും ഇവിടെ. നിനക്ക് വിശക്കുന്നില്ലടാ? എനിക്ക് തീരെ വിശക്കുന്നില്ല.
എൻ്റെ ആമാശയം പിന്നെ പട്ടി കടിച്ചോണ്ട് പോയേക്കാണല്ലോ. എൻ്റെ പൊന്നടാ, നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു എന്നോട് ഇങ്ങനെയൊക്കെ? രാവിലെ ഇച്ചിരി കപ്പലിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ചവച്ചും അരച്ചും ഇല്ല ആട് ചവയ്ക്കുന്ന പോലെ ചവച്ചോണ്ടിരിക്കും. ആയ വെട്ടിയൊക്കെ ഇവിടെ മുറ്റത്ത് ചെടി വല്ല ഉണ്ടെങ്കിൽ എൻ്റെ പച്ചില വരെ പറിച്ചു കഴിഞ്ഞാൽ ഞാൻ തയ്യാറാണ്. ഇതാരും ഈ വ്രതമൊക്കെ കണ്ടുപിടിച്ചത്? എനിക്ക് വ്രതം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ മത്സ്യവും മാംസവും ഒക്കെ കഴിക്കാതിരിക്കാം, മുട്ടയും വേണേൽ കഴിക്കാതിരിക്കാം. ഇത് ചുമ്മാ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ വ്രതം? ഇതൊരുമാതിരി വൃത്തിയിട്ട വ്രതം. നമ്മൾ കഴിച്ചില്ലെന്ന് അവളുടെ അടുത്ത് അങ്ങ് പറഞ്ഞാൽ പോരെ. നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് അവളറിയത്തൊന്നുമില്ലല്ലോ. ആ എന്നാലും മതിയല്ലേ. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? വല്ല മറ്റേ ഗോതമ്പ് പൊടിയെങ്കിലും ഉണ്ടോ? ഐഡിയ ഉണ്ട്. എന്താ? നമ്മുടെ മറ്റേ ചൊക്ലി ദേവസ്യ എടുത്ത് നോക്കാം. അല്ല പപ്പടം വല്ലതും ഉണ്ടെങ്കിൽ ചുട്ട്. അയാൾക്ക് വന്നാൽ ഇപ്പോൾ ഒന്നാമത് വിശപ്പിൻ്റെ അസുഖമുള്ള അയാൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നോണ്ടിരിക്കും. അപ്പം അതിനിടെ നമുക്ക് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. അത് കാണാതെ നിന്നാ മതി. നിനക്ക് വേണോ? അല്ലേ പിന്നെ ഞാൻ പിന്നെ വരവില്ല. വാ, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ വെണ്ണം പിള്ളയാണ് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. കള്ളത്തരൊക്കെ എന്ത് കഴിക്കാൻ? ഒന്നുമില്ലെന്നോ? നമുക്ക് മറ്റേ കുറയ്ക്കാനൊക്കെ എന്തെണ്ണം മേടിച്ചു വെച്ചേ? മിച്ചറുണ്ട്. അത് പോത്തുപോയി മോനെ. ഞാൻ അടുത്ത ഇവിടുത്തെ പശുവിനെ കാടിയിൽ കലക്കി കൊടുത്തു. പശു ഒന്ന് 4 മണിക്ക് ഇവിടെ ചായ കുടിക്കാൻ വരുന്നുണ്ടായിരുന്നു. അല്ല, പോത്തത് നിങ്ങൾ കഴിച്ച് നിങ്ങളെ വയറ് കേടാച്ച എൻ്റെ വയറ് കേടാവുന്ന മാതിരിയാ. റസ്കോ ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടോ? റസ്കോ ബിസ്ക്കറ്റ് അതെന്താ ഹോസ്പിറ്റലോ? അല്ലെ എന്തെങ്കിലും കിട്ടിയാൽ. ഞാനായിട്ട് താൻ എന്തോ തിന്നു? ഞാൻ ഒന്നും കഴിച്ചില്ല മോനെ. എനിക്കൊന്ന് പറയാ. താൻ ഇറങ്ങി പോന്ന ഇവിടുന്ന്. തന്നെ എന്തിനാ ഇവിടെ കൊണ്ട് നിർത്തിക്കുന്നത്? അല്ല തിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയില്ലയോ? പറഞ്ഞില്ല. ആരും പറഞ്ഞില്ലെന്ന്. ഒന്നും ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല. എന്നും തൻ്റെ അടുത്ത് വന്ന് പറയണം എന്തിനും ഉണ്ടാക്കും. ഓ, മനുഷ്യന് വിശക്കും എന്നുള്ളൊരു അവളറിഞ്ഞ ഊത്തപ്പം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ നാട്ടിൽ വിശക്കാൻ നേരം ഊത്തപ്പാന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ല, എന്നാ നമുക്ക് പൊങ്കൽ ഉണ്ടാക്കിയാലോ? ഇപ്പൊ എന്ത് പറ്റുമെന്നുള്ളത് അത് പറഞ്ഞു. അല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് തന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. കോപ്പം അതെ, പപ്പടം വല്ല ഇരിപ്പുണ്ടാ? പപ്പടല്ല, കോപ്പുണ്ടായിരുന്നു. ഇറങ്ങി പോടാറുന്നു മറ്റേ ഒറ്റൊന്നും. എൻ്റെ കൈ ഇതെങ്ങനെ ഇപ്പിൽ കണ്ണി മാതിരി ഇങ്ങനെ പിടിച്ച് നടക്കുക. അങ്ങനെ പടക്കം വരെ എൻ്റെ അടുത്ത് കൊണ്ടുവച്ചേ. അത് ശരിയാണല്ലോടാ. ഇതങ്ങോട്ട് മാറ്റി വെച്ചേ. ഇത് രണ്ടും കൂടെ ചേരുമില്ല സത്യത്തില്. ഒന്നാമത്തെ കേസ് ഇപ്പോഴത്തെ ഇത് സീസണിൽ തന്നെ ഉണ്ടല്ലോ, ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും കൊടുക്കത്തല്ലയാ. ശരിക്കും പറഞ്ഞാൽ കണി കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കരമായിട്ടുള്ള ചിലവുള്ള ഒരു കേസാണ്. ഓറഞ്ചിനൊക്കെ നല്ല ഓറഞ്ചാടാ, അടിപൊളിയാ. നല്ല ഓറഞ്ചാണ്. നാളെ കളി കാണാനുള്ള അങ്ങോട്ട് വെക്ക് നീ. അത് ചാപ്പോരാടാ, ഞാനിത് തിന്നത്തൊന്നും ഇല്ല. എനിക്ക് നിന്നെ ഒന്നും വിശ്വാസമില്ല. എണ്ണിയാ ഞാൻ സാധനം മേടിച്ചു വെച്ചേക്കുന്ന കേട്ടോ. ആ 420 മുന്തിരിങ്ങ ഉണ്ട്, അതിനകത്ത് 1 കുറഞ്ഞു കഴിഞ്ഞാ ദേവസ്യേ. ഇത് വർക്കത്തിന്റെ കൂടെ ഉള്ളതല്ലടാ. ഇതോ, ഇത് കമ്പിത്തിരിയ അല്ലേ? ചന്ദ്രത്തിരിയ. അയ്യോ, ഇത് കമ്പിത്തിരിയാ. ഇതങ്ങോട്ട് വെക്ക്. എന്തോന്ന്? എന്നാൽ ഞാനേ ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് പോയി കിടന്നാലോ? വെളുപ്പിനെ ഇരിക്കണ്ടല്ലേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞാൻ നാളെ പറയാം. ഞാൻ അപ്പം വരാം. എന്നറിയില്ലേ, മൊത്തത്തിലൊരു ഉടായ്പ മണക്കണത്. നിന്നാ കണ്ടതൊക്കെ ഒഴിപ്പിച്ചില്ലേ? എന്റെയൊക്കെ ആയിരിക്കും. എന്നോടാ കളി. പൊട്ടി തുടങ്ങിയടാ മുത്തേ.